ഇത് കണ്ടോ മച്ചാന്മാരെ, അടുക്കി നല്ല മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഫിഷും പ്രോൺസ്. ഇത് നമുക്ക് തന്നെ നമ്മുടെ ചോയ്സ് അനുസരിച്ച് സെലക്ട് ചെയ്ത് ഗ്രില്ല് ചെയ്ത് മേടിക്കാൻ പറ്റിയ ഒരു സൂപ്പർ സ്പോട്ട്. അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് അമ്മ ഭയങ്കര പരാതി, നീ ഇങ്ങനെ എന്ന് ഫുഡ് വ്ലോഗിങ് കൊണ്ട് പുറത്ത് പോയി കഴിക്കും, എന്നെ എന്തെങ്കിലും നീ കൊണ്ടുപോയിട്ടുണ്ടോ? അങ്ങനെ ഫാമിലിയും കൊണ്ട് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് അടൂർ റിലയൻസ് പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റിലായിട്ടുള്ള കാലിക്കറ്റ് എംപയറിലോട്ടാണ്. നമുക്ക് ഫാമിലിയും ഫ്രണ്ട്സിനെയും കൊണ്ട് പോയി കഴിക്കാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് സ്പോട്ട് തന്നെയാണ് ഈ റെസ്റ്റോറൻറ്റ്. ഫാമിലിയും കൊണ്ട് ഏത് മനുഷ്യനും പുറത്ത് പോകുമ്പോൾ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റെസ്റ്റോറൻറ്റ് വളരെ ക്ലീൻ ആയിരിക്കണം, അതിൻ്റെ ബാത്റൂം ഫെസിലിറ്റി നല്ല വൃത്തിയുള്ളതായിരിക്കണം, അതിൻ്റെ കൂടെ തന്നെ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറോൾ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. സോ സെർട്ടൻലി കാലിക്കറ്റ് എംപയർ അത് ഡെലിവർ ചെയ്യുന്നുണ്ട്. ഇതിനുള്ള ആ ഓവറോൾ ആംബിയൻസിന് തന്നെ ഒരു പ്രത്യേക വൈബുണ്ട്. ഇനിയിപ്പോൾ ആ വോൾസിൽ തൂങ്ങിക്കിടക്കുന്ന ഡെക്കോർ ആണെങ്കിൽ തന്നെ എല്ലാത്തിനും അതിൻ്റേതായ ഒരു ക്ലാസ് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞാൽ മാത്രം പോരല്ല, നിങ്ങളോട് കാണും. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം സിനിമാറ്റിക് ഷോട്ട്സ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അത് മാത്രമല്ല, അവരുടെ ടോപ്പ് ഫ്ലോറിൽ ഒരു ചെറിയ ഫംഗ്ഷന് വേണ്ടിയുള്ള സ്റ്റേജ്, അതായത് ഇപ്പോൾ ഒരു സ്മോൾ ബർത്ത്ഡേ പാർട്ടി ആയിക്കോട്ടെ, ഫാമിലി ഓർ ഫ്രണ്ട്സിൻ്റെ ട്രീറ്റ് ആയിക്കോട്ടെ, അതിന് വേണ്ടിയുള്ള സ്റ്റേജ് അവർ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ചെന്നിരുന്നത് നമ്മൾ ഓർഡർ ചെയ്തത് അവരുടെ ഹോട്ട് ആൻഡ് സർവ് ചിക്കൻ സൂപ്പാണ്. ഹോട്ട് ആൻഡ് സർവ് ചിക്കൻ സൂപ്പിന് നല്ല റിച്ച് ആൻഡ് ക്രീമി ടേസ്റ്റും പിന്നെ അതിൽ ടൺസ് ഓഫ് വെജീസും ഉണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്ത് അവരുടെ ചിക്കൻ മഞ്ചോ സൂപ്പ്. ഈ സൂപ്പ് നല്ല ക്ലാസ് ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട അതിൽ ഫ്രൈഡ് ന്യൂഡിൽസിന്റെ ക്രിസ്പിനെസ് ആണ്. പിന്നെ സ്റ്റാർട്ടേഴ്സ് ആദ്യമേ ചിക്കൻ സ്ട്രിപ്സ് വന്നു. ചിക്കൻ സ്ട്രിപ്സ് എടുത്ത് പറയണം, വളരെയധികം ടെൻഡർ ആയിരുന്നു. പിന്നെ വന്ന ചിക്ക് പോപ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ കാണാം, അകത്ത് വരെ അതിന്റെ മാരിനേഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് സെർവ് ആയ ഇവിടുത്തെ ഡ്രാഗൺ ചിക്കനും ചിക്കൻ ലോലിപോപ്പും ആണ്. ചിക്കൻ ലോലിപോപ്പിൻ്റെ എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ടർ ക്രസ്റ്റ് അത് വളരെയധികം ക്രിസ്പിയായിരുന്നു. ആ സോസിൽ കിടന്ന് അതിൻ്റെ ഫ്ലേവർ മൊത്തം പിടിച്ചെടുത്തുകൊണ്ട് തന്നെ ചിക്കൻ ലോലിപോപ്പ് നല്ല ടാങ്കിയായിരുന്നു. ഡ്രാഗൺ ചിക്കൻ്റെ ടേസ്റ്റ് കാരണം കൊണ്ട് എനിക്ക് ഇത്രേ കിട്ടിയോ. ഈ ഒരു പീസാ കഴിച്ചെങ്കിലും ആ പീസിൽ തന്നെ ഫ്ലേവർ പാക്ഡ് ആയിരുന്നു. ഇതേ പിന്നെ ഈ ഐറ്റംസ് മൊത്തം അങ്ങ് ആ ടേബിളിൽ അങ്ങ് നിരന്ന്, അതിൻ്റെ കൂടെ തന്നെ അപ്പുറത്തെ ടേബിളിലോട്ട് പൊയ്ക്കൊണ്ടിരുന്ന മിക്സ് കബാബ് ഞാൻ പിടിച്ച് വീഡിയോ എടുത്തു. അപ്പം മലയാളികളുടെ ഇപ്പോഴത്തെ വികാരമായിട്ടുള്ള ഫിഷ് നിർവ്വഹണയിൽ നമ്മൾ കാര്യം തുടങ്ങി. വളരെ റിച്ചും കോക്കനട്ടി ടേസ്റ്റും ആയിരുന്നു അതിന്. അൽഫാമിൻ്റെ ചിക്കൻ്റെ പിന്നെ ക്വാളിറ്റി നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, അതുകൂടി തന്നെ ടേസ്റ്റും ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു. പിന്നെ ഇവിടുത്തെ മെയിൻ ഐറ്റം ഗ്രിൽഡ് ഹമൂർ ഫിഷ്. അങ്ങോട്ടൊരു കഷ്ണം അങ്ങോട്ട് അകത്തിയിട്ട് ഞാൻ നിങ്ങളെ അതിൻ്റെ ഫ്രഷ്നെസ് കാണിച്ചു തരാം. പിന്നെ ഇവിടുത്തെ കുൽച്ചയും ചിക്കൻ പട്ടിയാലയും, ആ ചിക്കൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി ജ്യൂസിയും ഫ്ലേവർഫുള്ളും ആയിരുന്നു. പിന്നെ കസൂരി മേത്തിൽ നല്ല ടേസ്റ്റ് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നല്ല ലെയറായിട്ട് പരിഞ്ഞു വരുന്ന നൂൽ പൊറോട്ട. എനിക്ക് പക്ഷേ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഐറ്റം ആയിരുന്നു കേട്ടോ, പക്ഷേ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. സംഭവം നിങ്ങൾക്ക് തുറക്കുമ്പോഴേ കാണാം എത്ര ജ്യൂസിയാണ്. ഇവിടുത്തെ ചിക്കൻ ദം ബിരിയാണി എടുത്ത് തന്നെ പറയണം, ചിക്കനെ കാട്ടി ടേസ്റ്റാണ് മക്കളെ ആ റൈസിന്. റൈസിൽ എന്തോ മാജിക് ഇവർ ചെയ്യുന്നുണ്ട്, കാരണം കഴിച്ചിട്ടും അങ്ങോട്ട് മതിയാകുന്നില്ല. ഇനി അടുത്തിടയ്ക്കൊന്നും അമ്മ ഇനിയും പുറത്ത് കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞ് പരാതിപ്പെടുത്തി. അമ്മ ഹാപ്പി ആയപ്പോൾ തന്നെ നിങ്ങളുടെ ചെക്കനും ഹാപ്പിയായി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.